കാൽപന്തുകളിയുടെ സകല സൗന്ദര്യവും കളിക്കളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനവുമായി ബഹ്റൈൻ ഗൾഫ് കപ്പ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ സൗദിയെയും ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ ഇറാഖിനെയും വീഴ്ത്തി 10 പേരുമായി ചുരുങ്ങിയിട്ടും സെമി ഫൈനലിൽ തകർത്തത് ഗൾഫ് കപ്പിൽ ഏറ്റവും അധികം കിരീടത്തിന്റെ പെരുമയുമായി എത്തിയ കുവൈത്തിനെയാണ്. അങ്ങനെ വമ്പന്മാരുടെ എല്ലാം വഴിമുടക്കിയാണ് ബഹ്റൈൻ കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തത്. ആത്മവിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായ കോച്ച് ഡ്രാഗൻ തലായിച്ച്, ഡിഫൻസിന്റെ കടിഞ്ഞാൺ കാക്കുന്ന വലീദ് അൽ ഹയാം, ഗോൾ വലയ്ക്ക് കീഴിൽ ഉരുക്ക് കൈകളുമായി കാത്തിരിക്കുന്ന ഇബ്രാഹിം ലുത്ഫല്ല, ഇവരെ മറികടന്ന ബഹ്റൈന്റെ വല തുളയ്ക്കാൻ ഏത് കൊമ്പന്മാരും വിയർക്കുമെന്നുറപ്പാണ്. മധ്യനിരയിൽ പന്ത് പിടിച്ചെടുക്കാൻ സയീദും അസ്വദും സദാ സജ്ജമാണ്. ഏത് പ്രതിരോധ കോട്ടയെയും കീറിമുറിക്കാൻ കഴിവുള്ള ഹുമൈദാനും മർഹൂനും അലീമദനും കഴുകനെ പോലെ എതിർ ബോക്സിൽ വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. ഈ വിജയ ഫോർമുല ഫൈനലിലും ആവർത്തിച്ചാൽ അറേബ്യൻ ഗൾഫ് കപ്പിന്റെ 2024-25 എഡിഷനിൽ ബഹ്റൈന്റെ പേര് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. ചരിത്രത്തിൽ ഒരേയൊരു തവണയാണ് ബഹ്റൈൻ ഗൾഫ് കപ്പിൽ മുത്തമിട്ടിട്ടുള്ളത്. 2019 സാക്ഷാൽ സൗദി അറേബ്യയെ ഫൈനലിൽ വീഴ്ത്തിയായിരുന്നു ബഹ്റൈന്റെ കിരീട നേട്ടം. അതിനു മുൻപ് 4 തവണ ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇത്തവണ കടലാസിലും കളത്തിലും കരുത്താർജിച്ചാണ് ബഹ്റൈന്റെ വരവ്. കലാശപ്പോരിൽ ഒമാനെ വീഴ്ത്തി വിജയചരിത്രം ആവർത്തിക്കാൻ. ജനുവരി 4 കുവൈത്തിലെ ജാബർ അൽ അഹമ്മദ് സ്റ്റേഡിയത്തിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ കിരീടം ബഹ്റൈനിലേക്ക് വീണ്ടും വിരുന്നെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.